4 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചെറിയ പെരുന്നാൾ ദിവസം. ആഴ്ചകൾക്ക് മുമ്പേ വീട്ടിലേക്കും എനിക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ ലിസ്റ്റിട്ട് വാങ്ങിവെച്ചു. പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉമ്മ പായസം വെക്കാനുള്ള തിരക്കിലാണ്. രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കി ഒരു നിമിഷം പോലും ഉമ്മ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പതിവ് പെരുന്നാൾ പായസം കിട്ടാത്തതിൽ തെല്ല് ദേഷ്യവും തോന്നിയില്ല. രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അപ്പോഴും ഉമ്മ അടുക്കളയിൽ തന്നെ നാളത്തേക്കുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പുറത്തെ വീട്ടിലേക്ക് മൈലാഞ്ചി ഇടാൻ പോയ പെങ്ങന്മാരും തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, മോനെ റിയാസേ, അവരോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന്, നേരെ എത്രയായി പോയിട്ട്. പെങ്ങന്മാരെ വിളിച്ചു വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം സമയം 2 മണിയോടടുത്തു. അപ്പോഴും ഉമ്മ അടുക്കളയിൽ തന്നെ. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ നിന്ന് തക്ബീർ ഉയർന്നു തുടങ്ങി. ഡ്രസ്സൊന്നും ഇസ്തിരി ഇട്ടിട്ടില്ലല്ലോ റബ്ബേ എന്നോർത്ത് ഞാൻ റൂമിലേക്ക് നടന്നു. പക്ഷേ ഉമ്മ അതെല്ലാം നേരത്തെ ഇസ്തിരിയിട്ട് മടക്കി വെച്ചിരുന്നു. തിടുക്കത്തിൽ ഉമ്മയോട് ഈദ് മുബാറക്കും പറഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് ഓടി. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അയൽപക്കത്തെ വീടുകളിൽ കയറി ഇറങ്ങി. വീട്ടിൽ ചെന്ന് പേരിന് കുറച്ച് ബിരിയാണിയും കഴിച്ച് ഞാൻ കുടുംബ വീടുകൾ സന്ദർശിക്കാൻ സുഹൃത്തിനോടൊപ്പം പുറപ്പെട്ടു. ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെങ്ങന്മാരും അടുത്ത വീട്ടിലെ കുട്ടികളും പുത്തനുടുപ്പുമിട്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ വീടുകളിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഉമ്മ മുന്നിലേക്ക് വന്നിരുന്നു. വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഉമ്മ പെരുന്നാളായിട്ടും ഇട്ടിരിക്കുന്നത് ഒരു പഴയ മാക്സി തന്നെ. ദേഷ്യമൊന്നും ഞാൻ എന്തോ പറയാനൊരുങ്ങി. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാനും പെങ്ങന്മാരും പുതിയ ഡ്രസ്സും ചെരുപ്പുകളെല്ലാം വാങ്ങിച്ചു. പെരുന്നാൾ ദിനത്തിൽ എന്തൊക്കെ പുതുതായി വേണമോ അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ പോലും ഒന്നും വിട്ടുപോവാതെ വാങ്ങി. പക്ഷേ ഉമ്മാക്കൊന്നും വാങ്ങിയില്ല. ഉമ്മ ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല, ഞങ്ങളൊന്നും ചോദിച്ചുമില്ല. കുറ്റബോധം കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു പരിഭവമോ പരാതിയോ അന്നോ അതിനുശേഷമോ അതിൻ്റെ പേരിൽ ഉമ്മ പറഞ്ഞിട്ടില്ല. പെരുന്നാൾ, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ, എന്തൊക്കെ സന്തോഷങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഉമ്മമാരെ പറ്റി? പെരുന്നാളായാലും മറ്റെന്ത് ആഘോഷമായാലും അവരുടെ സന്തോഷം നമ്മുടെ പുഞ്ചിരിയിൽ മാത്രം ഒതുങ്ങുന്നു. മിക്ക ഉമ്മമാരും പെരുന്നാൾ ദിനം മുഴുവൻ സ്വന്തം വീട്ടിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. സന്ദർശകരെയും അയൽവാസികളെയും സൽക്കരിച്ച് സ്നേഹബന്ധങ്ങൾ പുതുക്കി സംതൃപ്തി അടയുന്ന ഇതിനിടയിൽ അവർ പുതുവസ്ത്രങ്ങൾ അണിയാനും നമ്മെപ്പോലെ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ സന്ദർശനം നടത്താൻ കഴിഞ്ഞെന്നു വരില്ല. എങ്കിലും നിർബന്ധമായും അവർക്ക് വേണ്ടതെല്ലാം ചോദിച്ചറിഞ്ഞ് വാങ്ങിക്കൊടുക്കുക. സത്യത്തിൽ പെരുന്നാൾ പോലെ ഒരു സന്തോഷത്തിൽ നമ്മുടെ കൈകൊണ്ട് കൊടുക്കുന്ന സമ്മാനങ്ങളിലൂടെയാണ് അവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ മനസ്സറിഞ്ഞുള്ള പരിഗണനയും സ്നേഹവും തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും. അത്രമാത്രം. സ്നേഹത്തോടെ ബദറുൽ മുനീർ.